പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഉടമ്പടിയിൽ എപ്പോഴും ഒരു മിനിമം ഹോളി സ്പിരിറ്റ് കീപ്പ് ചെയ്യാൻ അച്ഛൻ പറയുക അല്ലേ, വിശുദ്ധിയോടെ വ്യാപരിക്കാൻ പറയുക. അതെന്തിനാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ഈ ദൈവസാന്നിധ്യം എന്നുള്ള കൺസെപ്റ്റ് ഭയങ്കര ശക്തമാണ്. മറ്റെല്ലാ പ്രാർത്ഥനകളിൽ നിന്നും ഉടമ്പടിയെ വ്യത്യസ്തമാക്കുന്നത് ഉടമ്പടിയുടെ പ്രോമിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ അറിയണം. എന്താ വെച്ചാൽ ഉടമ്പടി മറ്റ് പ്രാർത്ഥനാ രൂപങ്ങളിൽ നിന്നും ഉടമ്പടിയെ വ്യത്യസ്തമാക്കുന്നതിൻ്റെ കാരണം ഇതിലൊന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. വെൻ യു ടേക്ക് ദ കവനന്റ് പ്രെയർ യു റിസീവ് ഹോളി സ്പിരിറ്റ്. അതായത് നിങ്ങൾ ഈ ഉടമ്പടിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ അത് സത്യസന്ധമായിട്ടായിരിക്കണം. അല്ലാതെ നിങ്ങളിങ്ങനെ ആക്കാനും വേണ്ടി ഒക്കണേ ഒക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കാം, ഇനി ഉടമ്പടി എടുത്തില്ലെന്ന് വേണ്ട, അതുകൂടി എടുത്തേക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ കാണ്ടാമൃഗ ക്രിസ്ത്യാനിയില്ലേ, ആ ടൈപ്പിൽ വന്നാൽ ഒരു പണിയും നടക്കത്തില്ല. മറിച്ച് നിങ്ങൾ ഇതിന് ഉടുത്തുകെട്ടി ഇറങ്ങണം സംഭവം. കാര്യം ഇത് പെർഫെക്റ്റ് ഫോർമുലയായി വർക്ക് ചെയ്യേണ്ടതാണ്, അല്ലാതെ നിങ്ങളുടെ അംബിഗസ് ഹൈപ്പോത്തസിസിൽ വർക്ക് ചെയ്യണമല്ല. ഇത് ബിബ്ലിക്കലായിട്ടുള്ള കറക്റ്റ് ഫോർമുലയായി വർക്ക് ചെയ്യേണ്ടതാണ്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും 4.1 ആകത്തില്ല, 3.99 ആകത്തില്ല. ദാറ്റ് ഈസ് 4 ഷാർപ്പ് ഷൂട്ടറാ. അതുകൊണ്ട് തന്നെ മക്കൾ ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ട് കൃത്യമായി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം ഉടമ്പടി വിഷയത്തിൽ. ശ്രുതികട ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ കൽപ്പനകൾക്ക് കാതോർത്ത് എത്രയും വേഗം ഞങ്ങളെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഉടമ്പടിയിൽ എക്കാലം പുതുക്കാൻ പോകുന്നവരും ഉടമ്പടി എടുക്കാൻ പോകുന്നവരും മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഉടമ്പടിയിൽ എപ്പോഴും ഒരു ഉള്ളിലിരുന്നൊരു ആലോചന എല്ലാ കാര്യങ്ങൾക്കും ദൈവം തരും. അതിന് നമ്മൾ ആഗ്രഹമെന്ന് പറയുകയും ചെയ്യും, ചിലപ്പോൾ ചിന്തയെന്ന് പറയും, ചിലപ്പോൾ ആശയമെന്ന് പറയും. പക്ഷേ എല്ലാം ദൈവികമായിരിക്കും. കാര്യം എന്താണ്? നീ വിശുദ്ധിയോടു കൂടിയാണ് ഉടമ്പടി എടുക്കുന്നത്. ഇപ്പോൾ ഡോണയുടെ സാക്ഷി ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലേ, അവളെ സംബന്ധിച്ചത് അവിടെ പാസ്പോർട്ട് റിജക്റ്റഡ് ആണ്. പാസ്പോർട്ട് റിജക്റ്റഡ് ആകണം. വെറും ഒരു 72 മണിക്കൂർ കൊണ്ട് പുതിയ പാസ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. നടക്കാത്ത കാര്യമാണ്. 1 മാസം അതിൻ്റെ ഡോർമെൻറ്റ് ടൈമുണ്ട്. പക്ഷേ ഇവൾ പാസ്പോർട്ട് തിരിച്ച് റിജക്റ്റായ പാസ്പോർട്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്കുള്ള പാസ്പോർട്ട് കൊണ്ടുവന്ന് പാസ്പോർട്ട് ഓഫീസിൽ കാണിക്കുമ്പോൾ അയാൾ പറയും ഇതിൻ്റെ അത് മിസ്റ്റേക്സ് ഒന്നുമില്ല എന്ന് പറയണല്ലേ. എന്ന് പറഞ്ഞ് അയാൾ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഫോറിൻ എംബസിയിൽ നിന്ന് റിജക്റ്റായി, ഈ നമ്മുടെ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് റിജക്റ്റ് കഴിയുമ്പോൾ ഇവിടെ എവിടെ പോകാനാണ്? അപ്പോൾ അവിടെ ഉള്ളിൽ നിന്ന് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കുമെന്ന് പറഞ്ഞില്ലേ. ഇതിനാണ് ദൈവസാന്നിധ്യം എന്ന് പറയുന്നത്. പെട്ടെന്ന് അവളുടെ ഉള്ളിൽ കത്തും. എന്താ? മുകളിലോട്ട് പോവുക, ഏറ്റവും മുകളിൽ ഹയർ ഓഫീസറിനെ പോയി കാണുക. അതെന്താണ്? നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയും. ആ വചനം എടുത്തേ. ശ്രുതികട ഹല്ലേലൂയ. യെശയ്യാ 30:21 വായിച്ചോളുക. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, പറഞ്ഞ നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ഈ ഒരു ഫോർമാറ്റിലേക്ക് മൈൻഡ് സെറ്റ് തിരിച്ചു വരണം നമ്മൾ. അതായത് പെട്ടെന്ന് ഡെഡ് എൻഡായി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? ഇവളുടെ പാസ്പോർട്ട് റിജക്റ്റായി, ഫോറിനിൽ നിന്ന് റിജക്റ്റായി, വിസ റിജക്റ്റായി, ഇവിടെ നിന്ന് റിജക്റ്റായി. അപ്പം പിന്നെ എന്ത് ചെയ്യും? പിന്നെ എങ്ങോട്ട് തിരിഞ്ഞിട്ടും നിവർത്തില്ലാത്തപ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അവളുടെ മനസ്സിൽ തോന്നി ഹയർ ഓഫീസറെ പോയി കാണാൻ പറഞ്ഞു. ഹയർ ഓഫീസറിനെ പോയി കാണുമ്പോൾ അതിനേക്കാൾ വിഷയം കോംപ്ലിക്കേറ്റഡ് ആവും. പക്ഷേ ഹയർ ഓഫീസിനെ പോയി കാണുമ്പോൾ ഇവിടെ ഉടമ്പടി കാശിൽ ഇടയിലുണ്ട്. അത് തൊട്ട് വിശ്വാസപ്രമാണം ചെല്ലിയാ പോണത്. അതായത് നിങ്ങൾ ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അവിടുത്തെ സാന്നിധ്യം. ദാറ്റ് മീൻസ് എന്താണ്?
33:14 വായിച്ചോളൂ. പുറപ്പാടിന്റെ പുസ്തകം. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശു സ്തുതിക്കട്ടെ. പുറപ്പാട് 33:14. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. സോ പ്രസൻസ് ഈസ് ഫോർ കൺസോലേഷൻ. നോ, അതാണ് എൻ്റെ ഉടമ്പടിയുടെ രീതി. എന്ന് വെച്ചാൽ ദൈവസാന്നിധ്യം നൽകണത് എന്തിനാണ്? ചുമ്മാ കാഴ്ചക്കാരനെ പോലെയല്ല. ഇപ്പം ചില നിയമസഭയിലും യുഎൻഒയിലുമൊക്കെ ചില ക്ഷണിക്കപ്പെട്ട അതിഥികളില്ലേ, ഓൺ ലുക്കേഴ്സായിട്ട് പോയി അവിടെ പ്രൊസീഡിങ്സ് കണ്ടുകൊണ്ടിരിക്കും. സിനഡിലും ഉണ്ടാകും പ്രൊസീഡിങ്സ് കണ്ടുകൊണ്ടിരിക്കുക, അനുവാദം. വല്ല കഥയുള്ള അത് അവരുടെ പ്രൊസീഡിങ്സേ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാവുന്ന. അതിൻ്റെ അകത്ത് വോട്ട് ചെയ്യാനൊന്നും നമുക്ക് അധികാരമില്ല. നിരീക്ഷകരായി പോണവർ, മനസ്സിലായോ? നമുക്ക് അതായത് ഇതുപോലെ വലിയ വലിയ ഫോറങ്ങളിൽ നിരീക്ഷകരുണ്ടാവും. അവർക്ക് വിളിക്കാൻ പറ്റത്തില്ല, അവർ ക്ലിപ്പിട്ട് വെച്ചിരിക്കുകയാണ്. നിരീക്ഷകരായിട്ട് കണ്ണ് മാത്രം തുറന്നിരിക്കും, അവർ ക്ലിപ്പിട്ട് വെച്ചിരിക്കുക. അതിനാണ് നിരീക്ഷകരെന്ന് പറയുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് ഒരു നിരീക്ഷകനല്ല, മനസ്സിലായില്ലേ? നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറയും. നീ 34:14 നമ്മളെന്താ വായിച്ചത് കേട്ടോ? എന്താ വായിച്ചത്? ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. നിന്നോടൊക്കെ വരിക മാത്രമല്ല ചെയ്യണത്, പിന്നെ എന്താണ്? നിനക്ക് ഉടമ്പടി എടുക്കുന്നൊരു ആ ബോധം ഉണ്ടാകണം. ദൈവം എൻ്റെ കൂടെ ഉണ്ട്. എങ്ങനെയുള്ള ദൈവമാണ്? നിരീക്ഷകനായ ദൈവമല്ല. പിന്നെ എന്താണ്? എനിക്ക് ആശ്വാസം നൽകണ ദൈവം. പുറപ്പാട് 33:16. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. പ്രൈസ് ലോർഡ്. മേക്ക് എ ഡിഫറൻസ് എന്നോ പറയത്തില്ലേ? അതായത് മറ്റ് വ്യക്തികളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരായിരിക്കും. അനിൽ ജോർജിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് അവിടെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്. അതായത് ഇവൻ ഒരു പയ്യൻസാണ്. ശരിക്കും ഇവന് ആകെപ്പാടെയുള്ള ആസ്തി എന്താണ്? വിശ്വാസം. പിന്നെ ഉള്ളത് എന്താണ്? ആഗ്രഹം. ഇത്രയേ ഉള്ളൂ. ഈ രണ്ടുകൊണ്ടാണ് ഇവിടെ മൂലധനം ഇതാണ്, ക്യാപിറ്റലാണ്. ഒരു വിശ്വാസിയുടെ ക്യാപിറ്റൽ എന്താണ്? പൈതൃക സ്വത്താണോ? കാലാകാലങ്ങളായിട്ട് അപ്പന്മാരിൽ നിന്ന് എന്നൊക്കെ പകർന്നു കിട്ടിയ നൂറുകണക്കിന് ഏക്കർ ഭൂമിയാണോ? എന്താണ്? നമുക്കുള്ള വിദ്യാഭ്യാസമാണോ? നമുക്കുള്ള കെട്ടുപാടുകളാണോ? നമുക്ക് ശുപാർശ ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും പിന്തുണക്കാനുമുള്ള സംവിധാനങ്ങളാണോ? വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് എ ഫെയ്ത്ത്ഫുൾ? ഒരു വ്യക്തിയുടെ മൂലധനം എന്താണ്? യു മസ്റ്റ് നോ ബൈ നോ മീൻസ്. നീ അത് മനസ്സിലാക്കാതെ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഉടമ്പടി എടുത്ത നീ വ്യക്തിയാണ് നീയെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു കക്ഷിയായി, നീ മറുകക്ഷിയായി കർത്താവിനോട് നീ ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൽ നിൻ്റെ മൂലധനം എന്ന് പറയുന്നത് നിൻ്റെ കർത്താവ് തന്നെയാണ്. കൈയിട്ടിച്ച് കർത്താവ് വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളം. എപ്പോഴും ബൈബിൾ ഇങ്ങനെ വല്ലാണ്ട് പറയുന്ന ഒരു സംഭവമാണ്. എന്താണ്? ദ ലോർഡ് ഗോഡ് ഈസ് മൈ പോർഷൻ ആൻഡ് കപ്പ്. എൻ്റെ കർത്താവാണ് എൻ്റെ അവകാശം, കർത്താവാണ് എൻ്റെ ഓഹരി എന്ന്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ജനം കേൾക്കുക, ഏറ്റുപറയുക. 16-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. 16 ഏറ്റുപറയുക. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. ഓ, ദാറ്റ്സ് ഓക്കേ. അതായത് ഒന്ന് പറഞ്ഞേ, കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. The Lord God is my portion and cup. എന്നുവെച്ചാൽ കർത്താവാണ് എൻ്റെ അവകാശം, എൻ്റെ അപ്പം തന്ന സ്വത്തല്ല.
നിങ്ങൾ എവിടെ ആശ്രയിക്കണമെന്ന് പറയുകയാണ്. യു മസ്റ്റ് റിലേ അപ്പോൺ യുവർ ലോഡ് യുവർ ഗോഡ് ഹിസ് ക്രൂസിഫൈഡ് ആൻഡ് റിസൺ. നിന്റെ മേൽ നിനക്ക് വേണ്ടി പരിഹാരം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് നിനക്ക് വേണ്ടി പകരമായവനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. കൈയടിച്ച് കർത്താൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഇത്തരം കാര്യങ്ങളാണ് അതിൽ ജോർജ് പറയണത്. എന്താണ്? എൻ്റെ ആസ്തി, എൻ്റെ മൂലധനം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ വിശ്വാസമാണെന്ന്. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയുമായ എൻ്റെ കർത്താവിൽ. ഒന്ന് പറഞ്ഞേ, എൻ്റെ ആസ്തിയും എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയുമായ കർത്താവാണ് എൻ്റെ മൂലധനം. എൻ്റെ ആസ്തിയും എൻ്റെ അവകാശവുമായ കർത്താവാണ് എൻ്റെ മൂലധനം. അതുകൊണ്ട് അവൻ പറയുന്ന കാര്യമുണ്ട്, എനിക്ക് സിവിൽ പോയിന്റ്സ് ഇല്ല, അതുകൊണ്ട് ബാങ്കുകാർ എന്നെ റിജക്റ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ഐ ലോസ്റ്റ് മൈ മെറിറ്റ്, അല്ലേ? ഉടമ്പടി ഭാഷയെ പറഞ്ഞാൽ എൻ്റെ മെറിറ്റ് പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഉടമ്പടി റിലൈസ് ചെയ്തു. അങ്ങനെ ഓർക്കണം, ഹീസ് എ സ്റ്റുഡൻറ്റ്. ഒത്തിരിയേറെ വർഷങ്ങൾ കർത്താവുമായിട്ട് ബന്ധമുള്ള ആളല്ല, ഒരു പുതുക്കക്കാരനാണ്. എന്നാലും ചെയ്യണ കാര്യങ്ങൾ വൃത്തിയും മെനയോടാണ്ട് ചെയ്തിരിക്കുകയാണ്, വെടിപ്പായിട്ടാണ്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഉടമ്പടിയെ അത് റൈറ്റ് ഫോളോ ചെയ്യുകയാണ് കൃത്യമായിട്ട്. എന്താണ്? എൻ്റെ കർത്താവാണ് എൻ്റെ ഓഹരി, എൻ്റെ അവകാശം എന്ന് പറയുന്ന സങ്കീർത്തനം 16:5 നിലപാടാണ്. എന്താണ്? എൻ്റെ ആസ്തി എൻ്റെ വിശ്വാസമാണെന്ന് പറയണത്. എൻ്റെ ആസ്തി എൻ്റെ വിശ്വാസമാണ്. എന്തുള്ള വിശ്വാസമാണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ എബി എന്നും പറഞ്ഞൊരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞു. എബിയുടെ സാക്ഷ്യം എന്ന് പറയുന്നത്, എബി മാളയിലുള്ള ആളാണ്. നിങ്ങളത് യൂട്യൂബിലുണ്ട്, നല്ല സാക്ഷ്യമാണ്. എബിയുടെ പ്രശ്നം, എബി ഒക്ടോബർ 2021 അയാളെ ഖത്തറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസറാണ്. പെട്ടെന്ന് ആളെ കൊളാപ്സായിപ്പോയി. കോവിഡ് പിടിച്ചാണെന്ന് തോന്നുന്നത്. കോവിഡിൻ്റെ മൂർധന്യ സമയത്താണ് എബി കൊളാപ്സായിപ്പോവും. പുള്ളിക്ക് ഇങ്ങനെ ഇതിൻ്റെ ഈ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാകുന്നത് പുള്ളിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളിയുടെ ഡ്യൂട്ടി കുറച്ച് കടുത്ത ഡ്യൂട്ടി ആയത് കാരണം അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല. അതുകൊണ്ട് പുള്ളി അതുകൊണ്ട് നടന്ന് പെട്ടെന്ന് പുള്ളി ഫെയ്ഡായിപ്പോയി, വീണുപോയി. പിന്നെ ഇയാൾ ആംബുലൻസിലാണ് കൊണ്ടുപോകണത്. ഖത്തർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ അവിടെ പുള്ളി ഉടനെ കോമയിലായിപ്പോവും. അതായത് പൾസ് ഡൗൺ ആകും, പ്രഷർ ഡൗൺ ആകും, പിന്നെ ഈ ഓക്സിജൻ കിട്ടണില്ല. പക്ഷേ എന്നിട്ട് ഇയാളെ കൊണ്ടുപോയി ഒരു ടെൻറ്റിലാണ് ഇടണത് പുറത്ത്. കോവിഡ് കാലത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ, ഹോസ്പിറ്റലിലെ ബെഡെല്ലാം തീരും. പിന്നെ അവിടേക്കാണ് സ്വദേശി വിദേശി പ്രശ്നം വരണത്. അപ്പോൾ അവിടെ ആ കാലങ്ങളിലെല്ലാം ഈ വിദേശ രാജ്യങ്ങളിലെല്ലാം സ്വദേശികളെ എടുത്ത് കട്ടിലേക്ക് കിടത്തിയിട്ട് വിദേശികളെ കൊണ്ടുവന്ന് കൂടാരത്തിലിടും. ചത്തക്ക് ചത്ത് ഉണ്ടെങ്കിൽ ഉണ്ട്. ട്രീറ്റ്മെൻറ്റ് നമ്മൾ കടന്നു പോകുന്നൊരു കാലമാണ് കോവിഡ് കാലം. നമ്മൾ ആരുമൊക്കെ ആണെന്നും പറഞ്ഞ് നടന്ന ഒരു കാലമുണ്ട്. പക്ഷെ നമ്മൾ അന്യനാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മളവർക്കും PR കിട്ടിയിട്ടുണ്ട്, നമ്മൾ അവിടുത്തെ പൗരനാണ്, ആന കൂനെന്നൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ എത്രാമത്തെ പൗരനാണെന്ന് അവർ പറയും നിന്നോട്. അതാണ് വിഷയം. നീ എത്രാമത്തെ പൗരനാണെന്ന് പറയും. 1ാമത്തെ പൗരനാണോ, 2ാമത്തെ പൗരനാണോ, 3ാമത്തെ പൗരനാണോ? ദൈവ പൈതലേ, ബേസിക്കായിട്ട് ഓർക്കുക, നിൻ്റെ കയ്യിരിക്കുന്ന കാർഡല്ല നിനക്ക് തന്നിരിക്കുന്ന വേറൊരു കാർഡുണ്ട്. ഇത് നീ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ എനിക്ക് ബഹുമാന്യനാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്, ഏത് കോവിഡ് വന്നാലും. റോമ 8:32 നമുക്ക് യേശുക്രിസ്തുവിന് നൽകിയവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് നൽകുകയില്ലേ. ശ്രുതികടെ ഹല്ലേലൂയ. റോമ 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ എന്ന് പറഞ്ഞ സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം മക്കൾ ഇത് തമ്മിൽ ചേർത്ത വായിക്കേണ്ടത്. നമ്മുടെ ആസ്തി എന്താണ്, നമ്മുടെ മൂലധനം എന്താണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലേ, ഇതിലൂടെ പരിശുദ്ധാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആസ്തി എന്താണ്? ഇപ്പോൾ അനിൽ ജോർജ് പറഞ്ഞില്ലേ, എൻ്റെ ആസ്തി എൻ്റെ വിശ്വാസമാണെന്ന്. ആരിലാണ് ആ വിശ്വാസം? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിലാണ്. എങ്ങനെയുള്ള കർത്താവാണ്? തൻ്റെ മകനേക്കാളും നമ്മളെ ബഹുമാനിനായി കരുതുന്നവനാണ്. വായിച്ചല്ലേ, നീ എനിക്ക് ബഹുമാനിനാണ്, എനിക്ക് പ്രിയങ്കരനാണ്. അതൊക്കെ നമുക്കുള്ള സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കണം. മനസ്സിലായില്ലേ? മറ്റു മനുഷ്യർ നമ്മളെ തള്ളിക്കളഞ്ഞു, ബാങ്കിൽ നമ്മളെ പറഞ്ഞു വിട്ടു, കോളേജിൽ നമ്മളെ പറഞ്ഞു വിട്ടു, വിസ എൻട്രി നമ്മൾ പരാജയപ്പെട്ടു, നമ്മളെ പറഞ്ഞു വിട്ടു. ഇങ്ങനെ ഓരോരോ സംവിധാനങ്ങൾ നിന്നെ കൈവിടുമ്പോഴേ നിനക്ക് വേണ്ടി പറയുന്നവരാണ്, ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ, എന്ന് പറഞ്ഞേ, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓ സോ മൈ ചൈൽഡ്, ഓ ദൈവപൈതലെ, നീ ശ്രദ്ധിക്കുക. നീ എവിടുന്നെങ്കിലും ഏതെങ്കിലും ഓഫീസിൽ നിന്നോ ഏതെങ്കിലും അധികാര സ്ഥാനത്ത് നിന്നോ നീ ഡിപ്രൈവ് ആയി കഴിഞ്ഞാൽ, നിന്നെ അവർ തള്ളിവിട്ടാൽ, നിനക്ക് മെറിറ്റില്ലെന്ന് പറഞ്ഞു വിട്ടാൽ, നീ പറയണം, എനിക്ക് വേണ്ടി വില ചെയ്തവൻ, രക്തം ചിന്തിയവൻ, എന്നെ വീണ്ടെടുത്തവൻ, തൻ്റെ ജീവനേക്കാൾ എന്നെ സ്നേഹിക്കുന്നവൻ, എല്ലാ ജനതകളെക്കാൾ പകരമായി തൻ്റെ ജീവനെ എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി നൽകിയവൻ, അവനോടുകൂടി എല്ലാം ചേർത്ത് നൽകുന്നവൻ എൻ്റെ കർത്താവ്, അവനാണ് എൻ്റെ അവകാശം, അവനാണ് എൻ്റെ ഓഹരി. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ എബി എന്ന് പറയുന്ന സഹോദര ഖത്തറിലെ ഓഫീസ് എന്ത് കോമയിലായിപ്പോയി, ഓർമ്മ പോയെന്ന 18 ദിവസം ഓർമ്മയില്ലാതെ കിടന്നു. മൂക്കിൽ കൂടി ശ്വസിക്കുന്നു, അവരിനെ ട്യൂബിലൂടെ ഭക്ഷണം കഴിക്കുന്നു, ശരീരം വെട്ടുതടി പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാനേ പറ്റണില്ല. അപ്പോൾ ആസിഫ് ഡെഡ് എന്ന രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്യണത്, ഡെഡ് ബോഡി ആണെന്ന രീതിയിലാണ് ട്രീറ്റ് ചെയ്യണത്. പിന്നീട് ഒരു ദിവസം ഇവർ ഓൺലൈൻ ഉടമ്പടി എടുക്കും. അവർക്ക് അറിയത്തില്ല, കൃപാസനത്തെക്കുറിച്ച് അറിയത്തില്ല. ആരുമൊക്കെ പറഞ്ഞിട്ട് ആസ്ട്രേലിയയിൽ നിന്നൊരു ലിങ്ക് കൊടുത്ത് എന്നാൽ അവിടെ സാക്ഷ്യപ്പെടുത്തി. ആ ചേട്ടൻ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ, തടിയനായ സുഖനായ ഒരു മനുഷ്യൻ. അദ്ദേഹം തന്നെ സാക്ഷ്യം പറയണത്, അതായത് ഒരു ലിങ്ക് കൊടുത്തിട്ട് വൈഫ് ഓൺലൈൻ ഉടമ്പടി എടുക്കും. ഓൺലൈൻ ഉടമ്പടി എടുത്ത രാത്രി, ഡേറ്റ് ഉണ്ട്, അതിൻ്റെ ടൈമുണ്ട്. ആ ടൈമിൽ പെട്ടെന്നൊരു മിന്നൽ കയറിയിട്ട് ഈ മനുഷ്യന് ബോധം വെക്കും. ബോധം വെക്കണ മുമ്പ് അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, അതായത് അദ്ദേഹം സാക്ഷ്യത്തിൽ പറഞ്ഞ വിഷയമുണ്ട്. അതായത് ഡോക്ടർ അവസാനം ഡെഡായെന്ന് വിചാരിച്ചുകൊണ്ട് ഇയാളുടെ ട്യൂബെല്ലാം ഊരി മാറ്റും. ട്യൂബെല്ലാം ഊരി മാറ്റിയിട്ട് അത് ആ ട്യൂബ് ഊരി മാറ്റണതിന് സെക്കൻഡുകൾക്ക് മുമ്പാണ് ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് വൈഫ്. പക്ഷേ ഈ മനുഷ്യൻ്റെ മനസ്സിൽ ഉടനെ മാതാവിന് ഈ മനുഷ്യൻ മനസ്സിൽ കാണും. കാര്യം ഓർമ്മയില്ല. എബി പറയണത്, എൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ലെന്നാണ് പറയണത്. നീ ഒന്ന് ചിന്തിച്ച് ആ സിറ്റുവേഷൻ കണ്ട. നമ്മൾ പേര് വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് നടക്കില്ലേ. എൻ്റെ പേര് വിളിച്ചില്ല, എൻ്റെ പേര് പറഞ്ഞില്ല, എന്നെ വീട്ടിൽ വന്ന് ക്ഷണിച്ചില്ല, ഇങ്ങനെ പേര് വെച്ചുള്ള കളികൾ എന്തുമാത്രമാണ് ഉള്ളത് ഇല്ലേ. നമ്മുടെ പേര് നമുക്ക് എന്തോ ആനക്കാര്യമാണെന്ന് നമ്മൾ ധരിച്ചിട്ട് പേര് അവഗണിച്ചാൽ നമ്മൾ അവോയ്ഡ് ചെയ്തതിൻ്റെ പേര് നമ്മൾ ഫൈറ്റിനൊക്കെ ഇറങ്ങും. പേര് പ്രശ്നമാണ്. പക്ഷേ ഈ പേര് ഒരു കാലത്ത് നമ്മൾ മറന്നു പോകും. മറ്റുള്ളവർ മറക്കണതിൻ്റെ കാര്യമില്ലല്ലോ. മറ്റുള്ളവർ മറന്നു പോകുമെന്ന് പറഞ്ഞ് നമ്മൾ കേസ് കൊടുക്കാനും പോകുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളായിട്ട് വീട്ടിൽ പോകാതിരിക്കുകയോ അങ്ങനെ ചെയ്തിട്ടേ കാര്യമില്ല. മറ്റുള്ളവർ മറക്കണ പോട്ടാ, നിങ്ങൾ തന്നെ നിങ്ങളുടെ പേര് മറക്കുമെന്നാണ് പറയണത്. എബി പറഞ്ഞില്ലേ, 18 ദിവസമായിട്ട് എൻ്റെ പേര് തന്നെ ഞാൻ മറന്നുപോയി, വെറുതെ വിട്ടു തടി പോലെ കിടക്കുകയാണ്. ഓർക്കണം കേട്ടോ, പേര് വെച്ച് കളിക്കുന്നവരൊക്കെ ഓർത്തേക്കണം.
വലിയ പേരും നിലയൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. പേരാണ് അവൻ ആദ്യം കളഞ്ഞത്. പ്രകൃത്യാ ദൈവമായിരിക്കവേ അവൻ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല. ഈ പരിഗണിക്കാതിരിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ എളിമ ആരംഭിക്കുന്നത്. പരിഗണിക്കേണ്ടെന്നിടത്ത് വെച്ചാണ് അഹങ്കാരം ആരംഭിക്കുന്നത്. ഫിലിപ്പിയർ 2:7 ഭയങ്കര സീരിയസ് വചനമാണ്. പരിഗണിക്കാത്തിടത്ത് വെച്ച്, നമ്മളെ ദൈവതിരുസന്നിധിയിൽ പരിഗണിക്കാതിരിക്കുന്ന സ്ഥലത്ത് വെച്ച്, അല്ലെ നമ്മളെ മറ്റുള്ളവർ പരിഗണിച്ചില്ല എന്നതിൻ്റെ പേര് നമുക്ക് നൊമ്പരം തോന്നാത്തിടത്ത് വെച്ച് ആണ് എളിമ ആരംഭിക്കുന്നത്. എളിമയെന്ന് പറഞ്ഞ് ജലദോഷം പിടിച്ച് നടന്നിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കുന്ന ആധ്യാത്മികതയിൽ വന്നിരിക്കുന്ന വിഷയം, നമ്മൾ നെഗളത്തിന് എളിമ എന്ന് പറയും, അല്ലേ? നെഗളം അഹങ്കാരത്തിന് എളിമ എന്ന് പറയും. പക്ഷേ എളിമ എന്ന് പറയണത് എന്താണ്? അത് കൃപ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സുവിശേഷ സൂത്രമാണ്. ഏതെങ്കിലും കാരണവശാലും നിന്നെ തള്ളിക്കളയുക, നിന്നെ ഓഫീസിൽ നിന്ന് തള്ളിക്കളയുക, ഇൻ്റർവ്യൂവിന് ഔട്ടാക്കുക എന്നിട്ട് നിങ്ങൾ പറയത്തില്ലേ, എന്നേക്കാൾ മാർക്ക് കുറഞ്ഞവരെയാണ് അവരെടുത്തത്, എന്നെ എടുത്തില്ല എന്ന് പറയും. എന്നേക്കാൾ മാർക്ക് കുറഞ്ഞവരെ എന്നെ എടുത്തില്ല, അപ്പോൾ അവരെന്നോടെന്തോ അനീതി കാണിച്ചു എന്നാണ്. എൻ്റെ ദൈവവേദന, നിങ്ങൾക്ക് പരിചയം ബന്ധം ഉള്ളവരും ബന്ധമില്ലാത്തവരും നിങ്ങളോട് എന്ത് കാണിച്ചു എന്നുള്ളത് ദാറ്റ് ഡസൻറ്റ് മേക്ക് എനിത്തിങ്. എന്താ കാര്യം? നിങ്ങളോട് നീതി കാണിക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണ്? നിങ്ങൾക്ക് വേണ്ടി ജീവൻ ചൊരിഞ്ഞവൻ. അവൻ നിന്നെ ഫൊർസേക്ക് ചെയ്യാത്തോടത്തോളം, നിന്നെ അവഗണിക്കാത്തോടത്തോളം കാലം നീ നട്ടലോടുകൂടി നിൽക്കണം. അവൻ നിന്നെ എന്താ ഇങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് ഈ സാന്നിധ്യത്തെക്കുറിച്ച്, ദൈവസാന്നിധ്യത്തെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാകണം. കാര്യം നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഒരു ഉള്ളുപദേശം കിട്ടാത്തത്? എന്തുകൊണ്ടാണ്? അതായത് നിങ്ങൾക്ക് ഉള്ളുപദേശം കിട്ടണില്ലെങ്കിൽ നിങ്ങൾ യു ആർ സീസ് ടു എക്സിസ്റ്റ് ആസ് എ ക്രിസ്ത്യൻ. ഒരു ക്രിസ്ത്യൻ നിലയിൽ നിങ്ങൾ അസ്തമിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഉള്ളുദ്ദേശം എന്ന് പറയുന്നത്, എന്തെങ്കിലും നമ്മൾക്ക് ഇടറവോ ഒരു പരാജയമോ സംഭവിച്ചാൽ ഉടനെ നമ്മുടെ ഉള്ളിൽ നിന്ന് നീ വലത്തോട്ട് എത്ര വചനം 20 30:21 വായിച്ചോളൂ. ഉള്ളുദ്ദേശം പറഞ്ഞോളൂ. ഏശയ്യാ 30:21. ഏശയ്യാ 30:21 എന്താ പറയണത്? നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പൊ ഉള്ളിൽ നിന്ന് ഉള്ളു ഉപദേശം എന്നും പറഞ്ഞ് ഒരു ആധ്യാത്മികമായ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഇത് എപ്പോഴാണ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഉടമ്പടി എടുക്കുമ്പോൾ. കാര്യം പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്ത ആ സാഹചര്യങ്ങൾ ഉടമ്പടിക്കാർ അവോയ്ഡ് ചെയ്യണം. കാരണം പരിശുദ്ധാത്മാവ് ഇപ്പോൾ എഫേസ്യസ് 4:30, 1 തെസ്സലോനിക്കർ 5:19 എന്ന് വായിച്ചോളൂ. ശ്രുതികട്ടെ. എഫേസ്യസ് 4:30 പറഞ്ഞോളൂ. രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. മനസ്സിലായില്ലേ? ഈ ഉള്ളുപദേശം കിട്ടാത്തത് എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് വേദനിച്ചിരിക്കണത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വേദനിച്ചിരിക്കുന്നത്? നിങ്ങൾ വേറെ ആരൂപിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണത് കൊണ്ടാണ്. ദുഷ്ടാരൂപി, മനുഷ്യാരൂപിക്കൊക്കെ, അല്ലേ? അതായത് വിനയപ്പെടാതിരിക്കുമ്പോൾ നിങ്ങൾ ഒരു മത്സരത്തിലാണ്. നിങ്ങളൊരു മത്സരത്തിലാണെങ്കിൽ നിങ്ങളെ ബൂസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ സ്പിരിറ്റാണ്, ദൈവാരൂപിയല്ല, പരിശുദ്ധാരൂപിയാണ്. കാര്യം ദൈവത്തെ നഷ്ടപ്പെടാതിരുന്ന കാലം വേറെ ബന്ധമോ സ്വന്തമോ എന്ത് നഷ്ടപ്പെട്ട എന്നാ? അവളെന്നെ ഫോൺ വിളിച്ചിട്ട് കുറേ നാളായി, സാരമില്ല. ഇത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് എൻ്റെ അർത്ഥം. ചില ആൾക്കാർ സ്ഥിരം നിൽക്കുന്ന ഫോൺ വിളിക്കുന്ന ആൾക്കാർ വിളിക്കണില്ലെന്ന് വിചാരിച്ചോ? നിങ്ങൾക്കത് വല്ലാണ്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലേ നിങ്ങളൊരു പോക്ക് സ്ത്രീയാണെന്ന് പറയാം, അല്ലെ പുരുഷനാണ്. എന്താ കാര്യം? മനുഷ്യന് നിങ്ങൾ ഓവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ദൈവത്തെക്കാൾ ഉപരി.
നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ യു മസ്റ്റ് വീപ്പ്. എന്താ കാര്യം? അപ്പം നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകണം. നിങ്ങൾക്ക് ദൈവദർശനത്തിൽ വരാൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്കറിയാമല്ലോ ഏത് പാപാവസ്ഥയിലാണെങ്കിലും ദൈവം ചെയ്യണൊരു കാര്യം, ഒരു ത്രെഡ് ഇട്ടേക്കും. എന്താണ്? തൻ്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയത്തില്ല. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പാപാവസ്ഥയൊക്കെ വരുമല്ലോ, മനുഷ്യന്മാരുടെ ജീവിതമല്ലേ, ചിലപ്പോൾ അറിഞ്ഞു വരും, അറിയാതെ വരും. പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞ് വന്നിട്ടും നിങ്ങൾക്ക് പ്രെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് വചനം വായിക്കാൻ പറ്റുന്നുണ്ടോ എങ്കിൽ യു ആർ ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവദർശനത്തിലാണ്. നിങ്ങൾക്ക് അത് ഒന്നുമേ പറ്റണില്ല എന്നുണ്ടെങ്കിൽ യു ആർ ഡിപ്രൈവ്ഡ്. നിങ്ങൾ പുറത്താക്കപ്പെട്ടവനാണ്. ശ്രദ്ധിക്കുക. കർത്താവായ ദൈവമേ, പ്രാർത്ഥിക്കുന്നു, ഈശോയെ, ഞാൻ പാപാവസ്ഥയിലാണെങ്കിൽ അങ്ങ് എന്നെ കൈവിട്ടതുപോലെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ നിരാശയിലാണെങ്കിൽ, എനിക്ക് ആ കാര്യത്തില് ദുഃഖമുണ്ടെങ്കിൽ ഈശോ എന്നെ പുനഃക്രമീകരിക്കണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ പുനഃപ്രതിഷ്ഠിക്കണമേ. അതെന്താ മക്കളെ, എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ദൈവം ഒരേ സമയം തന്നെ ആരാണ്? വ്യക്തിയുമാണ്, ശക്തിയുമാണ്. കാരണം ഉടമ്പടിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എപ്പോഴും ഞാൻ ആൾക്കാർക്ക് കിട്ടുന്നത് ഈ ധ്യാനത്തിൽ നില കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ആത്മാവ് എന്നോട് ഈ സമയത്ത് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളിതെല്ലാം ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും ഇരിക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഉടമ്പടി ധ്യാനം തുടങ്ങിയപ്പോൾ തന്നെ ആത്മാവ് എന്താ പറഞ്ഞത്? ഉടമ്പടിയുടെ ഏറ്റവും വലിയ ആനുകൂല്യം എന്ന് പറയുന്നത് ദ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നിങ്ങൾ പറയുന്ന IELTS ജയിക്കുകയോ PR കിട്ടുകയോ പ്രൊമോഷൻ കിട്ടുകയോ വസ്തു വിൽക്കുകയോ ഇതൊന്നുമേ അല്ല. ഇതെല്ലാം ഇഫക്റ്റാണ്. കോസ് എന്ന് പറയണത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഉടമ്പടി എടുക്കുന്ന വഴി നിങ്ങളിൽ വന്നു ചേരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണല്ലോ ജോഷുവ 1:9 പറയണത്, വേറെവർ യു ഗോ ഐ ആം വിത്ത് യു. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകും. ഞാൻ ഉണ്ടാകാത്തൊരു സാഹചര്യം, പ്രസൻസ് ഫീൽ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവത്തിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെന്നാണ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയും നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കീപ് ദ മിനിമം ഹോളി സ്പിരിറ്റ് എന്ന് പറയും, അച്ഛനിടയ്ക്ക് പറയും. എന്തുകൊണ്ടാണ് ഉടമ്പടിയിൽ കത്തോലിക്കരാണെങ്കിൽ 2 ആഴ്ചയിൽ കുടുംബ കുമ്പസാരിക്കാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് മറ്റ് കത്തോലിക്കരല്ലാത്തവരോട് നിങ്ങൾ മനസ്സാക്ഷിയിൽ വിശുദ്ധി കീപ്പ് ചെയ്യാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ്? ഇത് പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ പറ്റിയ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈടറിവോ, നിങ്ങളുടെ ഇപ്പം തന്നെ അതുലിൻ്റെ പ്രശ്നം എന്താണ്? അതുലിനെ ബാങ്കിൽ നിന്ന് ഡിപ്രൈവ് ചെയ്തില്ലേ അവൻ? ബാങ്ക് മാനേജർ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് സിവിൽ പോയിൻറ്റ്സ് കുറവാണ്, അതുകൊണ്ട് ഇത് കിട്ടാനൊരു മാർഗ്ഗവും ഇല്ല എന്ന് പറഞ്ഞു വിട്ടില്ലേ? അപ്പോഴെന്താ അതുൽ ചെയ്യണത്? ഉടമ്പടി അപ്പം എൻ്റെ 90 ദിവസമായി, ഓണയുടെ ഉടമ്പടി 90 ദിവസമായി, അതുകൊണ്ട് ഞാൻ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തെന്ന്. തീർത്ഥാടന ഉടമ്പടി എടുത്ത് കഴിഞ്ഞോടുകൂടി സിറ്റുവേഷൻസ് എല്ലാം അങ്ങോട്ട് മാറുകയും ഇപ്പം പറയണത്, എനിക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും ഒക്കെ ചുമ്മാ പണം എനിക്ക് തരാൻ തുടങ്ങിയെന്ന്. അടുപ്പക്കാരും അടുപ്പമല്ലാത്തവരും എല്ലാം കാര്യങ്ങൾ അറിഞ്ഞ് തിരക്കി വന്ന് അങ്ങനെ എനിക്ക് യൂണിവേഴ്സിറ്റി കൊടുക്കാനുള്ള ഈ കണ്ടീഷണൽ ഓഫർ ലെറ്റർ മാറ്റിയിട്ട് കറക്റ്റ് ഓഫർ ലെറ്റർ ആക്കാൻ വേണ്ടി എനിക്ക് 7.5 ലക്ഷം രൂപ വേണമായിരുന്നു. അത് പെട്ടെന്ന് എനിക്ക് അറിയാത്ത അജ്ഞാതമായ സോഴ്സിൽ നിന്നൊക്കെ എനിക്ക് മാതാവ് പണം തന്നെന്നാണ്. അതായത് നിങ്ങൾക്കറിയണം, ഇത് സുവിശേഷം എന്ന് പറയുന്നത് ഒരു പണം ഇങ്ങനെ അടിച്ചു മാറുന്ന സുവിശേഷമല്ലേ ഇത്. മറിച്ചെന്ന് പറയുന്നത് അവൻ്റെ ഒരു അവസ്ഥയിൽ വന്നപ്പോൾ ദൈവം ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ അവൻ പറയുകയാണ്. അല്ലാതെ നിങ്ങളത് ആവശ്യമില്ലാത്തൊരു മെക്കാനിസത്തിനകത്ത് പ്രതീക്ഷിക്കരുത്. മറിച്ച് നിങ്ങളെ നിലനിർത്തി തരും. ആ 7.5 ലക്ഷമാണ് വേണ്ടത് അവന്, അല്ലെങ്കിൽ അവൻ ഔട്ടായി പോകും. അപ്പോൾ ദൈവം ആ സീറ്റ് അവന് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ്റെ കണ്ടീഷൻ ലെറ്റർ മാറ്റിയിട്ട് കറക്റ്റ് ഓഫർ ലെറ്റർ കൊടുക്കാൻ വേണ്ടി അത്രയും പണം അവന് കൊടുത്തു. പിന്നീട് പതുക്കെ എല്ലാ കാര്യങ്ങളും റീസെറ്റ് ചെയ്യണ കാണാം അതിമനോഹരമായ രീതിയിൽ. അതുകൊണ്ടാണ് അവൻ ആദ്യം പറയുന്നുണ്ട്, എൻ്റെ ആസ്തി എന്ന് പറയുന്നത് എൻ്റെ വിശ്വാസമാണ്. പിന്നെ എനിക്കുള്ളത് എന്താണ്?
ഉടമ്പടിയിലൂടെ പിന്നെ ഉള്ളത് അവൻ്റെ അതായത് ഉടമ്പടി എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടൊരു കാര്യം പറയാം. എന്താണ്? നമ്മുടെ ഗ്രേസ് ലെവല്, നമ്മുടെ മെറിറ്റ് 35% ആണെങ്കിലും നിങ്ങൾക്ക് എൻഗ്രേസ് ചെയ്ത് 65% ഫില്ല് ചെയ്യാനുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും ഉടമ്പടിയിലുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ എപ്പോഴും പറയണത്, ഇത് ചൊല്ലണ പ്രാർത്ഥനയല്ല. ഞാനാണ് കൗണ്ടറിൽ ഇരിക്കണമെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇവിടെ കൃപാസനത്തിൽ വരുന്ന 70% ആൾക്കാരെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിക്കത്തില്ല. ഞാനാണ് ഓഫീസിൽ ഇരിക്കണമെങ്കിൽ, ഇപ്പോൾ എനിക്ക് എൻ്റെ കൺട്രോളിലല്ലല്ലോ പോണത്. നിങ്ങൾ പോയി ക്ലാസ് കേട്ട് എല്ലാം നന്നായിട്ട് ഉടമ്പടി ക്ലാസ്സെല്ലാം കേട്ട് നിങ്ങൾ ഉടമ്പടി ചെയ്യുകയല്ലേ. ഞാനാണ് അവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ 70% ആൾക്കാരോട് ഉടമ്പടി ചെയ്യിക്കത്തില്ല. എന്താ കാര്യം? എനിക്കറിയാം ചുമ്മാ ചൊല്ലണ ക്രിസ്ത്യാനിയാണ് ഈ വന്നിരിക്കണത്, ഉടമ്പടി ഇവർ ചെയ്യത്തില്ലെന്നറിയാം. അത് ആളെ കാണുമ്പോൾ അറിയാൻ പറ്റും. കാര്യം എന്താ വെച്ചാൽ നമുക്കതേ പരിചയമല്ലേ ഉള്ളൂ, നമുക്കതല്ലേ പരിചയമുള്ളൂ, ചെല്ലിയല്ലേ പരിചയമുള്ളൂ. ഉടമ്പടി ചെല്ലി വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഉടമ്പടി ചെയ്യണ പ്രാർത്ഥന, കവനൻറ്റിൻ്റെ ഫോർമുല അതാണ്, അത് ചെയ്യണതാണ്. ചൊല്ലണത് എന്തുകൊണ്ടാണ് കൗണ്ടഡ് ആകണമെന്ന് അറിയാമല്ലോ. ചെല്ലണ്ടെന്ന് വെച്ചാൽ പറയത്തില്ല. ചൊല്ലണതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ട്പുട്ട് 20% ഉള്ളു. എന്താ കാര്യം? എന്തുകൊണ്ടാണ് ചൊല്ലണത് ഇഫക്റ്റ് ആകാൻ കാര്യം? 20% എങ്കിലും ഇഫക്റ്റ് ആകാൻ കാരണം അതിൻ്റെ റോമാലേഖനം 9:10 എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. അപ്പോൾ ഈ അധരം കൊണ്ട് ഏറ്റുപറച്ചിലുണ്ട്. പക്ഷേ നിങ്ങൾ എന്നാ ഏറ്റു പറഞ്ഞാലും അതിൻ്റെ അകത്തെല്ലാം യേശു കർത്താവാണെന്നുള്ള വാട്ടർമാർക്ക് ഉണ്ടാകണം. ചുമ്മാ ചൊല്ലിയിട്ട് കാര്യമില്ല. ഞങ്ങൾ ഈ പ്രാർത്ഥനയൊക്കെ എഴുതുമ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു പ്രാർത്ഥന, ഇവിടെ നിന്ന് കിട്ടിയ പ്രാർത്ഥന, അരക്കിലോ പ്രാർത്ഥനാ പുസ്തകം വീട്ടിലിരിപ്പുണ്ട്, 2 കിലോ വെച്ചിരിപ്പുണ്ട് എല്ലാത്തിൻ്റെയും വീട്ടിൽ. 2 കിലോ പ്രാർത്ഥനാ പുസ്തകം വെച്ചില്ലേ? നിങ്ങൾ എന്നാ പ്രാർത്ഥന ചൊല്ലിയാലും അതിൻ്റെ അകത്ത് യേശു കർത്താവാണെന്ന് എൻ്റെ വാട്ടർമാർക്ക് ഉണ്ടാകുന്ന നോക്കണം. അതാണ് എൻ്റെ സെക്യൂരിറ്റി ത്രെഡ് എന്ന് പറയുന്നത്. സെക്യൂരിറ്റി ത്രെഡ് എന്നുവെച്ചാൽ എന്ത് സംഭവം? അതാണ് ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള മുഖമുദ്ര എന്ന് പറയണത്. നിങ്ങൾ എന്നാ ചൊല്ലിയാലും റോമ 10:9 അതിൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം. എന്താണ്? യേശു കർത്താവാണ്.